തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ബൈബിൾ പഠന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് പഞ്ചഗ്രന്ഥത്തിലെ അവസാന പുസ്തകമായ ഡ്യൂട്രോണമിയെ കുറിച്ച് നമുക്ക് പഠിക്കാം. തോറ ഹീബ്രുവിൽ നിന്ന് ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ തോറായുടെ 5-ാമത്തെ ചുരുളിന് ഗ്രീക്ക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തവർ നൽകിയ പേര് ഡ്യൂട്രോണോമിയോൺ എന്നായിരുന്നു. ഡ്യൂട്രോണോമിയോൺ എന്ന പേര് നൽകാൻ കാരണം 5-ാമത്തെ ചുരുളിനകത്ത് പ്രധാനമായിട്ടും കൽപ്പനകൾ, 10 കൽപ്പനകളും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് കൽപ്പനകളുമാണ് വിവരിക്കുന്നത്. 10 കൽപ്പനകളെ അടിസ്ഥാനപ്പെടുത്തി എപ്രകാരമായിരിക്കണം വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ച് ജീവിക്കേണ്ടത് എന്ന കാര്യവുമാണ് പ്രധാനമായും ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡ്യൂട്രോണോമിയോൺ എന്ന പേര് ഗ്രീക്കുകാർ കൊടുത്തത്. അതിൽ നിന്നുമാണ് ഡ്യൂട്രോണമി എന്ന പേര് ഇംഗ്ലീഷിൽ വരുന്നത്. ഡ്യൂട്രോനോമോസ് എന്നീ 2 വാക്കുകൾ ചേർന്നാണ് ഡ്യൂട്രോണമി എന്ന പേര് ഉണ്ടാകുന്നത്. ഡ്യൂട്രോ എന്ന് പറഞ്ഞാൽ 2-ാമത്തെ, സെക്കൻഡ്. നോമോസ് എന്ന് പറഞ്ഞാൽ നിയമം എന്നാണ്. ലിറ്ററലായിട്ട് പറഞ്ഞാൽ ദ സെക്കൻഡ് ലോ, 2-ാമത്തെ നിയമം എന്നാണ് വാക്കിന്റെ അർത്ഥം. എന്നാൽ 2-ാമത്തെ ഒരു നിയമം നൽകുന്നതല്ല, മറിച്ച് സീനായ് മലയിൽ നൽകിയിരുന്ന നിയമത്തെ ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഇവിടെ പറയുന്നു. അങ്ങനെ നിയമം ആവർത്തിക്കുന്നത് കൊണ്ടാണ് മലയാളത്തിൽ അത് നിയമാവർത്തനം എന്ന് പറയുമ്പോൾ കൂടുതൽ കൃത്യമായിട്ട് നമുക്ക് കിട്ടും. നിയമം ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. നിയമം ആവർത്തിച്ച് നൽകുന്നത് നിയമാവർത്തനം. 2-മതായൊരു നിയമമല്ല, നിയമം 2-മത് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ പുസ്തകത്തിലാണ്. അതുകൊണ്ട് ഇതിനെ ഡ്യൂട്രോണമി, സെക്കൻഡ് ലോ എന്ന അർത്ഥത്തിൽ ഈ പുസ്തകത്തെ വിളിക്കുന്നു. ദൈവം നൽകിയ 10 കൽപ്പനകളെ 2-മത് നൽകിയത് ഇവിടെയാണ്, സെക്കൻഡ് ലോ. നിയമം 2-മത് അവതരിപ്പിക്കുന്നത്. നിയമം തോറായിൽ നിയമം 2-മതും അവതരിപ്പിച്ചിരിക്കുന്നത് ഈ പുസ്തകത്തിലാണ്. അതുകൊണ്ട് ഇതിനെ ഡ്യൂട്രോണമി എന്ന് വിളിക്കുന്നു. നിയമം ആദ്യം നൽകിയത് സീനായ് മലയുടെ താഴ്വാരത്ത് വെച്ചാണ്. സീനായ് മലയുടെ താഴ്വാരത്ത് വെച്ച് മോശ ഇസ്രായേൽ ജനത്തിന് നിയമം നൽകിയിരുന്നു. ഇസ്രായേൽ ജനം സീനായ് മലയിൽ നിന്നും പുറപ്പെട്ട് 40 വർഷക്കാലത്തിന് ശേഷമാണ് മൊവാബ് താഴ്വാരത്തെത്തി അവിടെ തമ്പടിക്കുന്നത്. മൊവാബ് താഴ്വാരത്ത് എത്തുന്ന ജനത്തെ നിയമം ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറഞ്ഞു കൊടുത്ത് വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എപ്രകാരം പ്രവർത്തിക്കണം എന്ന് മോശ പഠിപ്പിക്കുന്നതായിട്ടാണ് നിയമാവർത്തന പുസ്തകത്തിന്റെ ഉള്ളടക്കം. ഈജിപ്തിൽ നിന്നും പുറപ്പെട്ട് സീനായ് മലയിലെത്തി ഉടമ്പടി സ്ഥാപിച്ച ആ ജനം, ഉടമ്പടി സ്ഥാപിച്ച അവസരത്തിലുണ്ടായിരുന്ന ജനം എല്ലാവരും തന്നെ മരുഭൂമിയിലൂടെ ഉള്ള യാത്രയിൽ കടന്നുപോയി. 40 വർഷത്തെ മരുഭൂമി യാത്രയിൽ ഇസ്രായേൽ സീനായ് മലയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന ജനം, പ്രത്യേകിച്ച് അന്ന് 20-നും മുകളിലേക്കുമുള്ളവരെയാണ് കണക്കെടുപ്പിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന ജനം മുഴുവൻ 40 വർഷക്കാലം കൊണ്ട് മാറി പുതിയ ഒരു തലമുറ വന്നു. അപ്പോൾ പുതിയ തലമുറയെ ദൈവത്തിന്റെ കൽപ്പനകളൊക്കെ പഠിപ്പിച്ച് വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കാൻ തയ്യാറാക്കുന്ന വിധത്തിലാണ് നിയമാവർത്തന പുസ്തകം ക്രമീകരിച്ചിരിക്കുന്നത്. നിയമാവർത്തന പുസ്തകം പുതിയ നിയമത്തിൽ വളരെയധികം പ്രാവശ്യം ഉദ്ധരിച്ചിട്ടുള്ള പുസ്തകമാണ്. പുതിയ നിയമത്തിൽ 80ഓളം പ്രാവശ്യം നിയമാവർത്തന പുസ്തകത്തിൽ നിന്നും ഉദ്ധരിച്ചിട്ടുണ്ട്. ഈശോ തന്നെ
പല പ്രാവശ്യം നിയമാവർത്തന പുസ്തകത്തിലെ വചനങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈശോ പ്രലോഭകനെ നേരിട്ടപ്പോൾ നിയമാവർത്തന പുസ്തകത്തിലെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രലോഭകനെ പരാജയപ്പെടുത്തുന്നത്. കല്ല് അപ്പമാക്കാൻ പ്രലോഭകൻ പ്രലോഭിപ്പിച്ചപ്പോൾ നിയമാവർത്തന പുസ്തകം 8:3 ഉദ്ധരിച്ചുകൊണ്ടാണ് ഈശോ പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത്. രണ്ടാമത്തെ പ്രലോഭനത്തിൽ ഈശോ പ്രലോഭകനോട് പറയുന്നത് ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന കാര്യം നിയമാവർത്തന പുസ്തകം 6:16 നിന്നുള്ളതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രലോഭനത്തിലും ഈശോ പ്രലോഭകനോട് പറയുന്നത് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 13-ാം വചനമാണ്. നിന്റെ ദൈവമായ കർത്താവിനെ ഭയപ്പെടണം, അവനെ മാത്രമേ സേവിക്കാവൂ എന്നുള്ള വചനം. അങ്ങനെ നിയമാവർത്തന പുസ്തകം പുതിയ നിയമത്തിലെ പല പ്രാവശ്യം ധരിക്കുന്നുണ്ട്. മോശ ഇസ്രായേൽ ജനത്തെ നിയമങ്ങൾ പഠിപ്പിച്ച് വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കാൻ ഒരുക്കുന്നതായിട്ടാണ് ഈ പുസ്തകം ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിന്റെ ഘടന പ്രധാനമായും മോശയുടെ 3 പ്രസംഗങ്ങളായിട്ടാണ് ഈ പുസ്തകം ക്രമീകരിച്ചിരിക്കുന്നത്. 3 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. മോശ പറഞ്ഞ വാക്കുകളാണ് ഇവ. അത് ഓരോ പ്രസംഗങ്ങളും ആരംഭിക്കുന്നത് സൂചനയായിട്ടാണ്. 1-ാം അധ്യായം 1-ാം വചനം, 4-ാം അധ്യായം 44-ാം വചനം, 29-ാം അധ്യായം 1-ാം വചനം. അങ്ങനെ 3 ഭാഗങ്ങളില് മോശയുടെ വാക്കുകളാണ് ഇവ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. പ്രകാരം മോശയുടെ 3 പ്രസംഗങ്ങളായിട്ടാണ് ഈ പുസ്തകം ക്രമീകരിച്ചിരിക്കുന്നത്. 1-ാമത്തെ പ്രസംഗം 1-ാം അധ്യായം 1 മുതൽ 4-ാം അധ്യായം 43 വരെയും, 2-ാമത്തെ പ്രസംഗം 4-ാം അധ്യായം 44 മുതൽ 28-ാം അധ്യായം 68-ാം വചനം വരെയും, 3-ാമത്തെ പ്രസംഗം 29-ാം അധ്യായം 1 മുതൽ 30-ാം അധ്യായം 20 വരെയുള്ള വചനങ്ങളുമാണ്. അവസാനത്തെ അധ്യായങ്ങൾ 31 മുതൽ 34 വരെയുള്ള അധ്യായങ്ങളില് മോശയുടെ അന്തിമ വചസ്സുകളും മോശയുടെ കീർത്തനങ്ങളും മോശയുടെ മരണവും യോശുവയുടെ പിൻഗാമിയായ ജോഷുവയെ കുറിച്ചുമുള്ള കാര്യങ്ങളാണ് വിവരിക്കുന്നത്. മറ്റൊരു വിധത്തിലും നിയമാവർത്തന പുസ്തകത്തിന്റെ ഘടന പറയാം. 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങള് മോശയുടെ ആമുഖ പ്രഭാഷണം, 5 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളില് സീനായി മലയിൽ നൽകിയ നിയമം ആവർത്തിക്കുന്നതും അതിന്റെ പുനരാഖ്യാനങ്ങളും, 12 തൊട്ട് 26 വരെയുള്ള അധ്യായങ്ങൾ, 12 മുതൽ 26 വരെയുള്ള അധ്യായങ്ങൾ നിയമാവർത്തന സംഹിത എന്നറിയപ്പെടുന്ന ഭാഗമാണ്. വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ എപ്രകാരം ഈ കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കണം എന്നുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് പ്രധാനമായിട്ട് അവിടെ ഉൾക്കൊള്ളുന്നത്. 27 മുതൽ 30 വരെയുള്ള അധ്യായങ്ങളിൽ അനുഗ്രഹങ്ങളും ശാപങ്ങളും, ഈ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും ധിക്കരിച്ചാലുള്ള ശിക്ഷയുമാണ് 27 തൊട്ട് 30 വരെയുള്ള അധ്യായങ്ങൾ പ്രധാനമായിട്ട് പറയുന്നത്. 31 തൊട്ട് 34 വരെയുള്ള അധ്യായങ്ങളിൽ മോശയുടെ അന്തിമ വചസ്സുകളും മോശയുടെ കീർത്തനവും മരണവുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിയമാവർത്തന പുസ്തകം ഒരു ഉടമ്പടിയുടെ ഘടനയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രാചീന കാലത്ത് രാജാക്കന്മാർ തമ്മിൽ അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ ഉടമ്പടിയിൽ ഏർപ്പെട്ടിരുന്നതിന്റെ ശൈലിയിൽ ആണ് ഈ പുസ്തകം അവതരിപ്പിച്ചിരിക്കുന്നത്. പുരാതന കാലത്ത് രാജാക്കന്മാർ തമ്മിൽ, രാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഗോത്രങ്ങൾ തമ്മിലൊക്കെ ഉടമ്പടികളിൽ ഏർപ്പെട്ടിരുന്നു. അപ്രകാരം ഏർപ്പെട്ടിരുന്ന ഉടമ്പടിയുടെ ഒരു മാതൃകയിലാണ് നിയമാവർത്തന പുസ്തകവും ക്രമീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹിത്യരുടെ ഇടയിൽ നടപ്പിലാക്കിയിരുന്ന ഉടമ്പടിയുടെ ശൈലിയിലാണ് നിയമാവർത്തന പുസ്തകം ക്രമീകരിച്ചിരിക്കുന്നത്. ഹിത്യരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഉടമ്പടിയുടെ പ്രധാനമായ ഘടന ആരംഭത്തിൽ ഒരു ആമുഖം വിവരിക്കുന്നു കാണും. ആരൊക്കെ തമ്മിലുള്ള ഉടമ്പടിയാണ് എന്ന് ഈ ആമുഖത്തില് വിവരിക്കും. രണ്ടാമത് മുൻകാല ബന്ധങ്ങൾ, ഉടമ്പടിയിൽ ഏർപ്പെടുന്നവർ തമ്മിലുള്ള മുൻകാല ബന്ധങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കും. മൂന്നാമത് ഉടമ്പടിയുടെ വ്യവസ്ഥകള് എല്ലാം കൃത്യമായി അവതരിപ്പിക്കും. നാലാമത് ഈ വ്യവസ്ഥകൾ പാലിച്ചാൽ കിട്ടുന്ന അനുഗ്രഹങ്ങളും ധിക്കരിച്ചാൽ ഉണ്ടാകാവുന്ന ശിക്ഷകളും അല്ലെങ്കിൽ ശാപങ്ങളും അവതരിപ്പിക്കും. അവസാനം ഉടമ്പടിയിൽ ഏർപ്പെടുന്നവർ തങ്ങളുടെ ദൈവത്തെ വിളിച്ച് ദൈവനാമത്തില് ഉടമ്പടി ഉറപ്പിക്കുകയും ബലി അർപ്പിക്കുകയും ചെയ്തിരുന്നു.
അവസാനം ഉടമ്പടിയിൽ ഏർപ്പെടുന്നവർ തങ്ങളുടെ ദൈവങ്ങളെ വിളിച്ച് ദൈവനാമത്തിൽ ഉടമ്പടി ഉറപ്പിക്കുകയും ബലി അർപ്പിക്കുകയും ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇപ്രകാരമായിരുന്നു പ്രാചീന കാലത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടികൾ ഉറപ്പിച്ചിരുന്നത്. ഇതേ ശൈലിയിൽ ഒരു ഉടമ്പടി ഗ്രന്ഥമായിട്ടാണ് നിയമാവർത്തന ഗ്രന്ഥത്തെ അവതരിപ്പിക്കുന്നത്. ദൈവവും ഇസ്രായേൽ ജനവും തമ്മിലുള്ള ഉടമ്പടിയുടെ ഗ്രന്ഥമായിട്ടാണ് നിയമാവർത്തന പുസ്തകത്തെ അവതരിപ്പിക്കുന്നത്. 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങളിൽ ഉടമ്പടി ആരൊക്കെ തമ്മിലാണ് എന്ന കാര്യം വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവും ഇസ്രായേൽ ജനവും തമ്മിലുള്ള ഉടമ്പടിയായിട്ട് അതെവിടെ വെച്ച് എന്ന് നടത്തി എന്നുള്ള കാര്യം അവതരിപ്പിക്കുകയാണ്. പ്രാചീന കാലത്ത് രാജാക്കന്മാര് ഉടമ്പടിയിൽ ഏർപ്പെട്ടിരുമ്പോൾ ഒരാമുഖം ഉണ്ടായിരുന്നു. ആമുഖത്തിൽ പ്രധാനമായിട്ടും ആരൊക്കെ തമ്മിലാണ് ഉടമ്പടി സ്ഥാപിക്കുന്നത്, എപ്പോൾ എവിടെ വെച്ച് ഉടമ്പടി സ്ഥാപിച്ചു എന്നുള്ള വിവരണങ്ങളൊക്കെ അവിടെ എഴുതിയിരുന്നു. നിയമാവർത്തന പുസ്തകത്തിൽ മുൻകാല ബന്ധം അവതരിപ്പിക്കുന്നതാണ് 2-ാമത്തെ ഭാഗം. സീനായ് മുതൽ മവാബ് താഴ്വാരം വരെയുള്ള യാത്ര വിവരിക്കുകയും ആ യാത്രയിൽ ദൈവമായ കർത്താവ് ചെയ്ത എല്ലാ കാര്യങ്ങളും അനുസ്മരിക്കുകയും ചെയ്തുകൊണ്ട് മുൻകാല ബന്ധത്തെ അവതരിപ്പിക്കുകയാണ് നിയമാവർത്തന പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ കാണുന്നത്. ഇസ്രായേൽ ജനം സീനായ് മലയുടെ താഴ്വാരത്ത് നിന്ന് യാത്ര പുറപ്പെട്ട് മൊവാബ് സമുദ്രത്തിൽ എത്തുന്നത് വരെയുള്ള യാത്രാ വിവരണങ്ങളും ആ യാത്രയിൽ ദൈവമായ കർത്താവ് അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചുകൊണ്ട് ദൈവവും ഇസ്രായേലും തമ്മിലുള്ള മുൻകാല ബന്ധത്തിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് നിയമാവർത്തന പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങൾ. പ്രാചീന ഉടമ്പടിയുടെ ഘടനയുടെ 3-ാമത്തെ ഭാഗം ഉടമ്പടി വ്യവസ്ഥകൾ അവതരിപ്പിക്കുകയായിരുന്നു. നിയമാവർത്തന പുസ്തകം 12 മുതൽ 26 വരെയുള്ള അധ്യായങ്ങൾ ഉടമ്പടി വ്യവസ്ഥകളാണ്. വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ അവരെ ജീവിക്കേണ്ട കാര്യങ്ങൾ എപ്രകാരമാണെന്ന് അവതരിപ്പിച്ചുകൊണ്ട് ഉടമ്പടി വ്യവസ്ഥകൾ അവതരിപ്പിക്കുകയാണ് 12 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നത്. നിയമാവർത്തന പുസ്തകത്തിന്റെ 27, 28 അധ്യായങ്ങളിലും 30-ാം അധ്യായത്തിലും അനുഗ്രഹങ്ങളും ശാപങ്ങളും പറയുന്നുണ്ട്. ഈ നിയമങ്ങള് പാലിച്ചാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും നിയമങ്ങൾ ലംഘിക്കുമ്പോൾ ഉണ്ടാകുന്ന ശിക്ഷകളും അല്ലെങ്കിൽ ശാപങ്ങളുമാണ് ഈ അധ്യായങ്ങളിൽ അവതരിപ്പിക്കുന്നത്. 30-ാം അധ്യായം 19-ാം വചനത്തില് ഉടമ്പടി ഉറപ്പിക്കുന്നു. ഇവിടെ ഉടമ്പടിയിൽ ഏർപ്പെടുന്ന ദൈവവും ഇസ്രായേലും തമ്മിലാണ്. അതുകൊണ്ട് മറ്റൊരു ദൈവത്തെ വിളിച്ച് ഉടമ്പടി ഉറപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ആകാശത്തെയും ഭൂമിയെയും സാക്ഷി നിർത്തി ഉടമ്പടി ഉറപ്പിക്കുന്നത് 30-ാം അധ്യായം 19-ാം വചനത്തിൽ കാണാം. ഇപ്രകാരം ഹിത്യരുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു ഉടമ്പടിയുടെ മാതൃകയിൽ ഇസ്രായേലും ദൈവവുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്ന കാര്യം അവതരിപ്പിച്ചുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം ക്രമീകരിച്ചിരിക്കുന്നത്. നിയമാവർത്തന പുസ്തകം ആരംഭിക്കുന്നത് 40-ാം വർഷം 11-ാം മാസം 1-ാം ദിവസം മോശ ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. 40 വർഷത്തെ മരുഭൂമി യാത്ര കഴിഞ്ഞ് 40-ാം വർഷം 11-ാം മാസം 1-ാം ദിവസം മോശ പ്രസംഗിക്കുന്നതായിട്ടാണ് ഈ പുസ്തകം അവതരിപ്പിച്ചിരിക്കുന്നത്. 41-ാം വർഷം ആദ്യ മാസം 10-ാം തീയതി വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുന്നതായിട്ടാണ് നമ്മൾ ജോഷുവയുടെ പുസ്തകം 4-ാം അധ്യായം 19-ാം വചനം കാണുന്നത്. മോശ 1-ാം ദിവസം നിയമം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. അതിനുശേഷം മോശ നേബോ മലയുടെ മുകളിൽ കയറി മരിക്കുന്നു. തുടർന്ന് മോശയുടെ മരണശേഷം 30 ദിവസം വിലാപ ദിവസങ്ങൾ ആചരിക്കുന്നു. അതിനുശേഷം ആണ് പാകിസ്ഥാനിലേക്ക് പോകുന്നത്. ഏകദേശം 40 ദിവസം വിവരണമായിട്ടാണ് ഇവിടെ നിയമാവർത്തന പുസ്തകത്തിന്റെ ഉള്ളടക്കം മനസ്സിലാക്കുവാൻ നിയമാവർത്തന പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്ന വാക്കുകളിലൂടെ ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ നിയമാവർത്തന പുസ്തകത്തിന്റെ അന്തസത്ത എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നിയമാവർത്തന പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് സ്വരം ശ്രവിക്കുക. നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിക്കുക. 5-ാം അധ്യായം 1, 6, 4, 9, 1, 20, 3, 26, 17, 27, 9 എന്നീ ഭാഗങ്ങളിലെല്ലാം നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിക്കുക എന്ന് ആവർത്തിച്ച് പറഞ്ഞത് കാണാം. സ്വരം ശ്രവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവമായ കർത്താവിനെ അറിയുക. ദൈവമായ കർത്താവിനെ അറിയുക എന്നതാണ് ഈ സ്വരം ശ്രവിക്കുന്നതിന്റെ ലക്ഷ്യം. 4-ാം അധ്യായം 35, 39, 7, 9, 29, 6 ഇവിടെയെല്ലാം
ദൈവത്തെ അറിയുക. സ്വരം ശ്രവിച്ച് ദൈവത്തെ അറിയുക. ദൈവത്തെ അറിയുന്നത് എന്തിനാണ്? ദൈവഭയത്തോടെ ജീവിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവത്തെ അറിയുന്നത് ദൈവഭയത്തോടെ ജീവിക്കുന്നതിന് വേണ്ടിയാണ്. 4, 10, 5, 29, 6, 22, 6, 13, 10, 12, 14, 23, 17, 19, 31, 12 ഇവിടെയെല്ലാം ദൈവത്തെ ഭയപ്പെടുക എന്ന കാര്യം പറയുന്നു. അപ്പം ദൈവസ്വരം ശ്രവിച്ച് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക, ദൈവഭയത്തോടെ ജീവിക്കുക. ദൈവഭയത്തോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് അടുത്ത വാക്ക് ആവർത്തിച്ചു പറഞ്ഞത്. അത് ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവ സ്നേഹത്തിൽ വസിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. 6, 5, 7, 9, 10, 12, 11, 1, 30, 6 ഇവിടെയെല്ലാം ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നത് എപ്രകാരമായിരിക്കണം എന്ന കാര്യവും വചനം പറയുന്നു. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി ദൈവത്തെ സ്നേഹിക്കുക. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി ദൈവത്തെ സ്നേഹിക്കണം. 6, 5, 10, 12, 30, 6 എന്തിനാണ് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കുന്നത്? അവിടത്തോട് ഒന്നു ചേർന്നിരിക്കുവാൻ വേണ്ടിയാണ്. അപ്പം ദൈവത്തോട് ഒന്നു ചേർന്നിരിക്കുക. 4, 4, 10, 20, 11, 22, 13, 4, 30, 20 ഇവിടെയെല്ലാം ദൈവത്തോട് ഒന്നു ചേർന്നിരിക്കുക എന്ന കാര്യം ആവർത്തിച്ച് പറയുന്നതാണ്. ദൈവത്തോട് ഒന്നു ചേർന്നിരിക്കുന്നത് ദൈവത്തെ അനുഗമിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അനുഗമിക്കുക എന്ന വാക്കുകളും ആവർത്തിക്കുന്നത് നമുക്ക് കാണാം. 13, 4, 10, 12, 6, 14, 8, 19, 11, 28 ദൈവത്തെ അനുഗമിക്കുക എന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തെ അനുഗമിക്കുന്നത് ദൈവത്തെ സേവിക്കുകയാണ്, ദൈവത്തെ ശുശ്രൂഷിക്കുകയാണ്. 6, 13, 10, 12, 11, 13, 13, 5, 28, 47 ദൈവത്തെ സേവിക്കുക അല്ലെങ്കിൽ ദൈവത്തെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നും വചനം പറയുന്നു. അത് യാഹ്വേയുടെ, അത് കർത്താവിന്റെ ദൃഷ്ടിയിൽ ഉത്തമമായത് പ്രവർത്തിക്കുക എന്നതാണ്. ദൈവത്തെ സേവിക്കുക, ദൈവത്തെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ദൃഷ്ടിയിൽ ഉത്തമമായത് പ്രവർത്തിക്കുക എന്ന് തിരുവചനം പറയുന്നു. 6, 18, 12, 25, 13, 18, 21, 9 ദൈവമായ കർത്താവിന്റെ മുമ്പിൽ ഉചിതമായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ ചട്ടങ്ങളും നിയമങ്ങളും കൽപ്പനകളും അനുശാസനങ്ങളും പാലിക്കുക എന്നതാണ്. 4, 13, 40, 5, 10, 29, 6, 2, 17, 7, 9, 8, 2, 6, 10, 13, 11, 8, 26, 18, 27, 1, 9, 28, 9, 45 തുടങ്ങിയ വചനങ്ങളിലെല്ലാം പ്രകാരം ചട്ടങ്ങൾ പാലിക്കുക, നിയമങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? തോറായുടെ വാക്കുകൾ അനുവർത്തിക്കുക എന്നുള്ളതാണ്. 17, 19, 27, 26, 28, 58, 31, 12 ഇങ്ങനെ ഈ പ്രധാന വാക്കുകളിലൂടെയെല്ലാം തോറായുടെ അല്ലെങ്കിൽ നിയമഗ്രന്ഥത്തിന്റെ അന്തസത്ത എന്താണെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒന്നാമതായിട്ട് ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുക. ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്നതിന് വേണ്ടിയാണ്? ദൈവത്തെ അറിയുന്നതിന് വേണ്ടി. അങ്ങനെ ദൈവത്തിന്റെ സ്വരം ശ്രവിച്ച് ദൈവത്തെ അറിഞ്ഞ് ദൈവഭയമുള്ളവരായിട്ട് ജീവിച്ച് ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നത് എപ്രകാരമായിരിക്കണം? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി ദൈവത്തെ സ്നേഹിക്കുക. അങ്ങനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി ദൈവത്തെ സ്നേഹിച്ച് അവിടുത്തോട് ചേർന്നിരിക്കുക. അവിടുത്തോട് ചേർന്നിരുന്ന് അവിടുത്തെ അനുഗമിക്കുക. അവിടുത്തെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ സേവിക്കുകയാണ്, ശുശ്രൂഷിക്കുകയാണ്. അവിടുത്തെ ശുശ്രൂഷിക്കുന്നത് എപ്രകാരമാണ്? കർത്താവിന് മുമ്പിൽ ഉത്തമമായത് പ്രവർത്തിച്ചുകൊണ്ടാണ് കർത്താവിനെ ശുശ്രൂഷിക്കുന്നത്. കർത്താവിന്റെ മുമ്പിലെ ഉത്തമമായ പ്രവർത്തികൾ ഏതൊക്കെയാണ്? കർത്താവിന്റെ ചട്ടങ്ങളും നിയമങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുക എന്നുള്ളതാണ്. അതിന് കർത്താവിന്റെ ചട്ടങ്ങളും നിയമങ്ങളും പ്രമാണങ്ങളും അനുസരിക്കണമെങ്കിൽ തോറായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുവർത്തിക്കുക എന്നാണ് നിയമാവർത്തന ഗ്രന്ഥത്തിന്റെ പ്രധാന ലക്ഷ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ. അതായത് നിയമാവർത്തന ഗ്രന്ഥം പ്രധാനമായിട്ടും ദൈവത്തിന്റെ കൽപ്പനകൾ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ ശുശ്രൂഷിച്ച് ജീവിക്കുക എന്നതാണ് ഈ നിയമാവർത്തന ഗ്രന്ഥത്തിലൂടെ പ്രധാനമായിട്ടും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. നിയമാവർത്തന ഗ്രന്ഥത്തിന്റെ ആദ്യ അധ്യായങ്ങള് 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങള്
സീനായ് മലയിൽ നിന്ന് പോകുന്ന യാത്രയിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞ് മുൻകാല ബന്ധങ്ങളെ അനുസ്മരിക്കുകയാണ് ചെയ്യുന്നത്. 1-ാം അധ്യായം 6 മുതൽ 46 വരെയുള്ള വചനങ്ങളിൽ ഹോറേബ് മുതൽ, ഹോറേബ് എന്ന് പറയുന്ന സീനായ് മലയാണ്, ഹോറേബ് മുതൽ ഓർമ്മ വരെയുള്ള യാത്ര വിവരിക്കുന്നു. ഹോറേബ് കർത്താവിന്റെ മല എന്നാണ് അറിയപ്പെടുന്നത്. ഹോറേബ് മലയിലായിരുന്നു മോശയ്ക്ക് നിയമം കിട്ടിയത്. പുറപ്പാട് പുസ്തകത്തിൽ സീനായ് മല എന്ന് പറയുന്നു, നിയമാവർത്തന പുസ്തകത്തിൽ പ്രധാനമായിട്ട് ഹോറേബ് മല എന്ന് പറയുന്നു. ഇത് രണ്ടും ഒരു കാര്യത്തെ തന്നെ സൂചിപ്പിക്കുന്നതാണ്. സീനായ് മല എന്ന് പറയുമ്പോൾ സീനായ് പർവ്വത നിരകളുണ്ട്, ധാരാളം മലകളുള്ള ആ പ്രദേശം മുഴുവൻ സീനായ് മല പ്രദേശമായിട്ട് അറിയപ്പെടുന്നു. സീനായ് മല നിരകളില് ഹോറേബ് മലയിൽ വെച്ചാണ് ദൈവമായ കർത്താവ് മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് കൽപ്പന കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഹോറേബ് മല ദൈവത്തിന്റെ മല എന്ന് അറിയപ്പെടുന്നത്, ദൈവത്തിന്റെ മലയായ ഹോറേബ് മല. ഹോറേബ് എന്ന് പറയുന്നത് സീനായ് മല നിരകളിലെ ഒരു മലയാണ്. അതാണ് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട മലയാണ് ഹോറേബ് മല. ഹോറേബ് മുതൽ ഹോർമ വരെയുള്ള വിവരണമാണ് 1-ാം അധ്യായം 46 വചനങ്ങൾ പറയുന്നത്. സീനായ് പ്രദേശം മുതൽ മൊവാബ് താഴ്വാരത്ത് വരെ വരുന്ന ഇസ്രായേലിന്റെ യാത്രയെ മുഴുവന് പുനരവതരിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഓരോ കാര്യങ്ങളും എടുത്ത് യാത്രയെ പുനരവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 5-ാം അധ്യായത്തില് ദൈവമായ കർത്താവ് കൊടുത്ത കൽപ്പനകള് 10 കൽപ്പനകളുടെ ആവർത്തനമാണ് 5-ാം അധ്യായത്തിൽ കാണുന്നത്. പഴയ നിയമത്തിന്റെ അടിസ്ഥാന ഡോഗ്മ എന്ന് പറയാവുന്ന വചനം 6-ാം അധ്യായത്തിലെ ക്ഷമാപ്രയർ, ഇസ്രായേലെ കേട്ടാലും എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ക്ഷമാപ്രയർ 6-ാം അധ്യായം 4 മുതലുള്ള വചനങ്ങളിൽ കാണാം. ഇസ്രായേലിന് ദൈവമായിട്ടുണ്ടായിരിക്കേണ്ട ബന്ധം എപ്രകാരമായിരിക്കണമെന്ന് പഠിപ്പിക്കുന്ന വചനമാണ്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും സർവശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കണം എന്ന വചനം ഇസ്രായേലെ കേട്ടാലും ക്ഷമാ പ്രയർ എന്നറിയപ്പെടുന്നത്. ഇസ്രായേലിന്റെ ജീവിതത്തില് പല ആവർത്തി ഈ പ്രാർത്ഥന ഉരുവിടുകയും വീടിന്റെ കട്ടിലപ്പടികളിലും കവാടങ്ങളിലും എല്ലാം പ്രതിഷ്ഠിച്ചിരുന്നു. ക്ഷമാ ഇസ്രായേൽ അദോണായ് എലോഹേനു അദോണായ് എഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ക്ഷമാ പ്രയർ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഏക ദൈവമാണെന്നും ആ ഏക ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കണം എന്നുള്ള കാര്യം പറയുന്ന ക്ഷമാ പ്രയർ 6-ാം അധ്യായത്തില് 4 മുതലുള്ള വചനങ്ങളിൽ കാണാം. ക്ഷമാ പ്രയറിന്റെ പ്രധാന ഉള്ളടക്കം ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു, ദൈവമായ കർത്താവിനെ ഭയപ്പെടണം, ദൈവമായ കർത്താവിന്റെ മാർഗത്തിൽ ചരിക്കണം, ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം, ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി ശുശ്രൂഷിക്കണം, ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കണം. ക്ഷമാപ്രയറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും പലപ്പോഴും നിയമാവർത്തന പുസ്തകത്തിൽ ആവർത്തിക്കുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 10-ാം അധ്യായം 12-13 വചനങ്ങളിൽ കാര്യം വ്യക്തമായിട്ട് കാണാം. ദൈവമായ കർത്താവിനെ ഭയപ്പെട്ട് ദൈവമായ കർത്താവിനോട് ഭയമുണ്ടായിരിക്കണം. ദൈവമായ കർത്താവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നെഗറ്റീവായിട്ട് പേടിച്ച് ജീവിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഭയഭക്തിയോടുകൂടി ആദരവോടുകൂടി ജീവിക്കുക എന്നുള്ള. ദൈവഭയം എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള സ്നേഹത്തിന് കൂട്ടായ്മയില് വസിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് ദൈവഭയം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ. ദൈവത്തിന്റെ വഴികളിൽ സഞ്ചരിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടി ശുശ്രൂഷിക്കണം, അവിടുത്തെ ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ പാലിച്ച് ജീവിക്കണം. ഇക്കാര്യങ്ങളാണ് ക്ഷമാപ്രയറിലും ക്ഷമാപ്രയറിന്റെ വ്യാഖ്യാനമായിട്ട് 7, 8, 9, 10 അധ്യായങ്ങളിൽ ഉള്ള വിവരണങ്ങൾ കാണുന്നത്. 12 മുതൽ 26 വരെയുള്ള അധ്യായങ്ങളാണ് നിയമാവർത്തന സംഹിത, ഡ്യൂട്രോണോമിസ്റ്റിക് കോഡ് എന്ന് അറിയപ്പെടുന്ന ഭാഗം. 10 കൽപ്പനകളുടെ അടിസ്ഥാനത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് ഈ വചനഭാഗത്തിലെല്ലാം ഉള്ളത്. 10 കൽപ്പനകളിലെ ഓരോ പ്രമാണങ്ങൾ എപ്രകാരം വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ ജീവിതത്തിന്റെ ഭാഗമാക്കണം, എപ്രകാരമൊക്കെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കണം എന്നുള്ള വിവരണങ്ങൾ കൊടുക്കുന്നതാണ് ഈ 12 മുതൽ 26 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്നത്. നിയമാവർത്തന പുസ്തകത്തിന്റെ 27, 28, 29 അധ്യായങ്ങളില് നിയമം പാലിച്ചാൽ കിട്ടുന്ന അനുഗ്രഹങ്ങളും ശാപങ്ങളുമാണ് അവതരിപ്പിക്കുന്നത്. നിയമാവർത്തന പുസ്തകത്തിന്റെ പ്രധാന ദൈവശാസ്ത്ര പ്രമേയങ്ങൾ. ഒന്നാമതായി, ഇസ്രായേൽ ദൈവമായ കർത്താവ് പ്രത്യേകമായി തെരഞ്ഞെടുത്ത ജനമാണ്. ഇസ്രായേൽ
ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം ആയി മാറുന്നത് ഇസ്രായേലിന്റെ എന്തെങ്കിലും പ്രത്യേകത ഉള്ളതുകൊണ്ടല്ല, മറിച്ച് ദൈവത്തിന്റെ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഇസ്രായേൽ അപ്രകാരം തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇസ്രായേലിന്റെ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പല ആവർത്തി നിയമാവർത്തന പുസ്തകത്തിൽ കാണാം. 4-ാം അധ്യായം 1, 4-ാം അധ്യായം 32 തൊട്ട് 36 വചനങ്ങൾ, 5-ാം അധ്യായം 1, ഇവിടെയെല്ലാം ഇസ്രായേൽ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് എന്ന കാര്യം അവതരിപ്പിക്കുന്നു. ഇസ്രായേൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായതുകൊണ്ട് ഇസ്രായേലും ദൈവവുമായിട്ടൊരു ഉടമ്പടി ബന്ധം സ്ഥാപിച്ച ഉടമ്പടിയുടെ ജനമായി വിശ്വസ്തയോടുകൂടി ജീവിക്കണം എന്ന കാര്യമാണ് രണ്ടാമത് നമ്മൾ കാണുന്ന പ്രമേയം. ഇസ്രായേൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനമായി മാറിയത് ഉടമ്പടി വഴിയാണ്. അതുകൊണ്ട് സീനായ് ഉടമ്പടി അല്ലെങ്കിൽ ഹോരേബ് മലയിൽ വെച്ച് നടത്തിയ ഉടമ്പടി, നിയമാവർത്തന ഗ്രന്ഥകാരൻ കൂടുതലും ഹോരേബ് ഉടമ്പടി എന്നാണ് പറയുന്നത്. ഹോരേബ് എന്നാണ് പറയുന്നത്. ഹോരേബിൽ നടത്തിയ ഉടമ്പടി, ആ ഉടമ്പടിയിലൂടെ ഇസ്രായേൽ ദൈവത്തിന്റെ സ്വന്തം ജനമായി മാറി. അതുകൊണ്ട് ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ദൈവിക നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ പാലിച്ച് ഉടമ്പടി പാലിച്ച് ജീവിക്കേണ്ട ജനമാണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന കാര്യമാണ് രണ്ടാമത്തെ പ്രധാന പ്രമേയം. മൂന്നാമത് നിയമാവർത്തന പുസ്തകം പ്രകടമാക്കുന്ന മറ്റൊരു കാര്യം അനുസരണത്തിന്റെ ആവശ്യകതയാണ്. ദൈവമായ കർത്താവ് നൽകിയിരിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കുവാനായിട്ട് കടപ്പെട്ടവരാണ് തെരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ. 11-ാം അധ്യായം 8, 12, 28-ാം അധ്യായം 15, 24. നിയമാവർത്തന പുസ്തകത്തിൽ കാണുന്ന മറ്റൊരു പ്രമേയമാണ് വാഗ്ദത്ത ഭൂമി. വാഗ്ദത്ത ഭൂമി ദൈവത്തിന്റെ ദാനമാണ്. ദൈവം തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നൽകുന്ന ദാനമാണ്. ദൈവത്തിന്റെ ചട്ടങ്ങളും കൽപ്പനകളും ഒക്കെ പാലിച്ച് ജീവിക്കുന്നിടത്തോളം കാലം വാഗ്ദത്ത നാട്ടില് ഇസ്രായേൽ ജീവിക്കും. ദൈവത്തെ ധിക്കരിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ വാഗ്ദത്ത നാട് നഷ്ടമാകാം എന്ന കാര്യവും അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വാഗ്ദത്ത നാട് ദൈവത്തിന്റെ ദാനമാണ്. ദൈവമായ കർത്താവ് ഇസ്രായേലിന് നൽകുന്ന ദാനമാണ്, ഉടമ്പടിയിലൂടെ നൽകുന്ന ദാനമാണ്. ഉടമ്പടി പാലിച്ച് ജീവിക്കുമ്പോൾ ആ നാട്ടിൽ അവർ ജീവിക്കും. ഉടമ്പടി ലംഘിച്ചാൽ ആ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്നുള്ള കാര്യവും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വാഗ്ദത്ത നാട് ദൈവത്തിന്റെ ദാനമാണ് എന്ന കാര്യം 7-ാം അധ്യായം 8-ാം വചനം, 8-ാം അധ്യായം 1-ാം വചനം, 9-ാം അധ്യായം 5-ാം വചനത്തിലെല്ലാം വ്യക്തമായി പറയുന്നുണ്ട്. നിയമത്തിന്റെ ആന്തരികതയാണ് മറ്റൊരു കാര്യം. ദൈവമായ കർത്താവിനെ ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങൾ മാത്രം പോരാ, പൂർണ്ണമായ ഹൃദയത്തോടും പൂർണ്ണമായ ആത്മാവോടും കൂടി ദൈവത്തെ സ്നേഹിക്കണം. അതുകൊണ്ട് ആന്തരികമായി ദൈവവുമായിട്ടുള്ളൊരു കൂട്ടായ്മയും ഐക്യവും വേണം എന്നുള്ള കാര്യവും ക്ഷമാപ്രേരണയിലൂടെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ദൈവസാന്നിധ്യ ബോധത്തിൽ എപ്പോഴും ജീവിക്കുക, ദൈവവുമായിട്ടുള്ളൊരു ആത്മബന്ധം ഉണ്ടായിരിക്കുക, ഒരു നിയമത്തിന്റെ ആന്തരികത പ്രാവർത്തികമാക്കുക എന്നതും നിയമാവർത്തന പുസ്തകത്തിലെ ഒരു പ്രധാന ചിന്തയാണ്. നിയമാവർത്തന പുസ്തകത്തിലെ മറ്റൊരു പ്രധാന ഘടകമാണ് പാപങ്ങളോടുള്ള പ്രത്യേക പരിഗണന. അനാഥർ, വിധവകൾ, പരദേശികൾ എന്നിവരോട് പ്രത്യേകമായിട്ട് പരിഗണന ഉണ്ടായിരിക്കണമെന്ന് നിയമാവർത്തന പുസ്തകം പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. 5-ാം അധ്യായം 11, 25-ാം അധ്യായം 1 തൊട്ട് 7 വരെയുള്ള വചനങ്ങൾ, 26-ാം അധ്യായം 12, 13 വചനങ്ങൾ എന്നിവയെല്ലാം പാപങ്ങളോട് ഉണ്ടായിരിക്കേണ്ട പ്രത്യേക പരിഗണനയെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അതുപോലെ തന്നെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലോ ഉണ്ടായിരിക്കേണ്ട മാനദണ്ഡങ്ങൾ വളരെ വ്യക്തമായിട്ട് 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. നിയമാവർത്തന പുസ്തകത്തിന്റെ പ്രധാന ദൈവശാസ്ത്ര പ്രമേയങ്ങൾ ഇസ്രായേൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, സീനായ് ഉടമ്പടി, അനുസരണത്തിന്റെ ആവശ്യകത, വാഗ്ദത്ത ഭൂമി, നിയമത്തിന്റെ ആന്തരികത, പാപങ്ങളോടുണ്ടായിരിക്കുന്ന പ്രത്യേക പരിഗണന എന്നിവയെല്ലാമാണ്. നിയമാവർത്തന പുസ്തകത്തിന്റെ അവസാനം മോശയുടെ മരണത്തെ കുറിച്ചുള്ള വിവരണമുണ്ട്. ഒരുപക്ഷെ സാധാരണ വായനക്കാരന്റെ മനസ്സിലേക്ക് വരാവുന്ന ഒരു ചിന്ത, ഈജിപ്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നതിനും മരുഭൂമിയിലൂടെ നയിക്കുന്നതിനും സീനായ് ഉടമ്പടി സ്ഥാപിക്കുന്നതിനുമെല്ലാം നേതൃത്വം നൽകി വാഗ്ദത്ത നാട് ലക്ഷ്യം വെച്ച് യാത്ര നടത്തുന്ന മോശ എന്തുകൊണ്ട് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചില്ല? എന്താണ് മോശയുടെ തെറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. മോശ ചെയ്ത തെറ്റ് എന്താണ് എന്നത് നിയമാവർത്തന പുസ്തകത്തിലും സംഖ്യയുടെ പുസ്തകത്തിലും പറയുന്നത്. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 51 മുതലുള്ള വചനങ്ങൾ ഇപ്രകാരം പറയുന്നു:
എന്തെന്നാൽ സിൻ മരുഭൂമിയിൽ കാദശിലെ മെരീബ ജലസഞ്ചയത്തിങ്കൽ വെച്ച് ഇസ്രായേലിയുടെ മധ്യയെ നിങ്ങൾ എന്നോട് അവിശ്വസ്തമായി പെരുമാറി ഇസ്രായേലിയുടെ മധ്യയെ എന്നെ പരിശുദ്ധനായി പ്രഘോഷിച്ചില്ല. ഇതാണ് മോശ ചെയ്ത തെറ്റായിട്ട് നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൽ പറയുന്നത്. ഇതിനെ കുറിച്ചുള്ള വിവരണം നമുക്ക് സംഖ്യയുടെ പുസ്തകം 20 അധ്യായത്തിൽ കാണും. അവിടെയും മോശയോട് പാറയിൽ നിന്ന് ജലം നൽകുവാനായിട്ട് ദൈവമായ കർത്താവ് ആവശ്യപ്പെട്ടപ്പോൾ പാറയോട് കൽപ്പിക്കുക ജലം നൽകുക എന്ന് ദൈവമായ കർത്താവ് ആവശ്യപ്പെട്ടപ്പോൾ മോശയും അഹ്റോനും ജനത്തെ വിളിച്ചുകൂട്ടി പാറയുടെ അടുത്ത് ചെന്ന് ജനത്തിനെതിരെ കോപിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വാക്കുകൾ പ്രാവർത്തികമാക്കി ജലം നൽകുന്നതിന് പകരം ദൈവത്തിന്റെ ജനത്തോട് കോപിക്കുന്ന മോശയെ അവിടെ കാണാം. പാറയോട് കൽപ്പിക്കുവാൻ പറഞ്ഞു, എന്നാൽ പാറയോട് കൽപ്പിക്കുന്നതിന് പകരം പാറയെ അടിക്കുന്ന മോശയെ കാണാം. അങ്ങനെ ദൈവമായ കർത്താവിനോട് അവിശ്വസ്ത പുലർത്തുകയും ജനത്തോട് കോപിക്കുകയും ചെയ്ത മോശയെ അതിന്റെ ഒരു ശിക്ഷയായിട്ട് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചില്ല എന്ന കാര്യമാണ് നിയമാവർത്തന പുസ്തകത്തിൽ നിന്നും സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നും കാണുന്നത്. എന്നാൽ നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 37-ാം വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോട് ഇപ്രകാരം കോപിച്ചു, നീയും അവിടെ ചെന്നെത്തുകയില്ല എന്ന് അവിടുന്ന് പറയുന്നു. അങ്ങനെ വാഗ്ദത്ത നാട്ടിൽ മോശ പ്രവേശിക്കാതിരിക്കുന്നതിനുള്ള കാരണമായിട്ട് പറയുന്നത് ജനം നിമിത്തമാണ്. ജനം നിമിത്തം വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചില്ല എന്നാണ് പറയുന്നത്. ജനത്തോട് കോപിച്ചതായിട്ട് സംഖ്യയുടെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് ജനത്തോടുള്ള ആ കോപം ആയിരിക്കാം. ഏതായാലും വാഗ്ദത്ത നാട്ടിലേക്ക് മോശ പ്രവേശിച്ചില്ല. മറ്റൊരു വിധത്തിൽ ചിന്തിച്ചാൽ ദൈവമായ കർത്താവ് മോശയ്ക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കുക എന്നതായിരുന്നു. ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കുക, വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിച്ച് അത് കരസ്ഥമാക്കുക എന്നുള്ളത് ജനത്തിന്റെ ഉത്തരവാദിത്വം. യഥാർത്ഥത്തിൽ മോശ തന്റെ ദൗത്യം പൂർത്തിയാക്കി വാഗ്ദത്ത നാട്ടിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിച്ചിട്ട് യഥാർത്ഥമായ വാഗ്ദത്ത നാട്ടിലേക്ക് മോശ പോവുകയാണ്. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകത്തിന്റെ അവസാനം കർത്താവിന്റെ വാക്കനുസരിച്ച് മോശ മരിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് വാഗ്ദത്ത നാട്ടിലേക്ക് ജനത്തെ നയിക്കുക. വാഗ്ദത്ത നാട് എന്ന് പറയുമ്പോൾ ദൈവമായ കർത്താവിന്റെ നാട് ഈ ഭൂമിയിൽ അത് ഇസ്രായേൽ ജനത്തിന് വാഗ്ദത്ത നാട് പാലസ്തീന ഇസ്രായേലായിരുന്നു. വാഗ്ദത്ത നാട്ടിലേക്ക് ഇസ്രായേലിനെ മോശ നയിച്ചു. എന്നാൽ ഈ വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്രയും വാഗ്ദത്ത നാടും യഥാർത്ഥമായ വാഗ്ദത്ത നാടിന്റെ പ്രതിരൂപം മാത്രമാണ്. യഥാർത്ഥമായ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുവാനുള്ള മാർഗങ്ങളാണ് മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങൾ. മോശ ഇസ്രായേലിനെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കുന്നത് സ്വർഗീയ യാത്രയ്ക്കുള്ള ഒരു പ്രതിരൂപം മാത്രമാണ്. മോശ അപ്രകാരം ഇസ്രായേലിനെ നയിച്ചതിന് ശേഷം മോശയുടെ ജീവിതം അവിടെ പൂർത്തിയാക്കി യഥാർത്ഥ വാഗ്ദത്ത നാട്ടിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഭൂമിയിലെ വാഗ്ദത്ത നാട്ടിൽ മോശ പ്രവേശിക്കുന്നില്ല. മോശ ഈ ഭൂമിയിൽ നിറവേറ്റേണ്ട ജോലി പൂർത്തിയാക്കി ദൈവത്തിന്റെ വാക്കനുസരിച്ച് മരിച്ച് യഥാർത്ഥ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇപ്രകാരം നിയമാവർത്തന പുസ്തകത്തെ ഒന്ന് സംക്ഷിപ്തമായി നമ്മൾ കാണുമ്പോൾ ഇസ്രായേൽ ജനം പുതിയ ഒരു തലമുറ ആയി മാറ്റപ്പെട്ടു 40 വർഷത്തെ മരുഭൂമി യാത്രയിലൂടെ. അതിനുശേഷം പുതിയ തലമുറയ്ക്ക് മോശ നിയമം വ്യാഖ്യാനിച്ചു കൊടുത്ത് അവരെ നിയമം പഠിപ്പിച്ച് വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ തയ്യാറാക്കി. ഇനി അവരുടെ ഉത്തരവാദിത്തമാണ് വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുക. മോശ തന്റെ ദൗത്യം പൂർത്തിയാക്കി ദൈവത്തിന്റെ വചനമനുസരിച്ച് യഥാർത്ഥ വാഗ്ദത്ത നാട്ടിലേക്ക് പോകുന്നു. യഥാർത്ഥ വാഗ്ദത്ത നാട്ടിലേക്ക് പോകുവാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും നിയമങ്ങളുമാണ് ഇവിടെ നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. നിയമാവർത്തന പുസ്തകത്തെ കുറിച്ച് അല്ലെങ്കിൽ തോറായെ കുറിച്ച് പൊതുവില് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: എന്തുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകത്തിലെ ഇത്ര കണിശമായ നിയമങ്ങൾ, പ്രത്യേകിച്ച് ചെന്നെത്തുന്ന സ്ഥലത്തെ ജനങ്ങളോടുള്ള പെരുമാറ്റ രീതിയിലൊക്കെ വളരെ കണിശമായ നിയമങ്ങൾ? 2 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, നിയമാവർത്തന ഗ്രന്ഥം ഉൾപ്പെടെ തോറ അതിന്റെ പൂർണ്ണതയിൽ രൂപപ്പെടുന്നത് ഇസ്രായേൽ ബാബിലോൺ അടിമത്തത്തില് പോയതിനു ശേഷം തിരിച്ചു വരുമ്പോഴാണ്. നിയമസംഹിതകളൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇസ്രായേൽ ജനത്തിന് നിയമസംഹിത ഉണ്ടായിരുന്നു. നമ്മൾ കാണുന്നുണ്ട്, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്, ജോസിയയുടെ ഭരണകാലഘട്ടത്തില്
നിയമസംഹിത കണ്ടെത്തുന്ന കാര്യം. അങ്ങനെ എഴുതപ്പെട്ട നിയമസംഹിതകളും പാരമ്പര്യങ്ങളും ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ നിലനിന്നു പോന്നിരുന്നു. അതനുസരിച്ചാണ് അവർ നൂറ്റാണ്ടുകൾ ജീവിച്ചു പോകുന്നത്. എന്നാൽ ഈ നിയമസംഹിതകളും പാരമ്പര്യങ്ങളും ഒക്കെ ലംഘിച്ച് ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവത്തിൽ നിന്ന് ഇസ്രായേൽ അകന്നു പോയപ്പോൾ ഇസ്രായേൽ വാഗ്ദത്ത നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അങ്ങനെ വാഗ്ദത്ത നാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട ഇസ്രായേല് ആ അടിമത്തത്തിലായിരുന്നിടത്ത് നിന്നും തിരിച്ചു വന്നു. ദൈവിക ഇടപെടലിലൂടെ തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വരുന്ന ഇസ്രായേൽ ജനം തങ്ങളുടെ നിയമസംഹിതകളും പാരമ്പര്യങ്ങളിലൂടെ കൈമാറി കിട്ടിയ നിയമങ്ങളുമെല്ലാം ഉൾച്ചേർത്ത് പുതിയ ഒരു നിയമഗ്രന്ഥം പുതുതായി ഉൾച്ചേർത്ത് നിയമഗ്രന്ഥം അതിന്റെ സമഗ്രതയിൽ തയ്യാറാക്കുകയാണ്. അങ്ങനെ നിയമഗ്രന്ഥം തയ്യാറാക്കുമ്പോൾ ഇനി ഇസ്രായേൽ ജനം അടിമത്തത്തിലേക്ക് പോകരുത്, പാപത്തിലേക്ക് പോകരുത്. അതുകൊണ്ട് വളരെ കണിശമായ ഭാഷ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നിയമം വളരെ കണിശമാണ്. ഇസ്രായേലിന്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു അപകടമായിരുന്നു അവർ സത്യദൈവത്തെ ഉപേക്ഷിച്ചതിന്റെ ഫലമായിട്ട് അടിമത്തത്തിൽ പോയി എന്നത്. അങ്ങനെ അടിമത്തത്തിൽ പോയി അടിമത്തം അനുഭവിച്ച ജനം തിരിച്ചു വന്നപ്പോൾ ഇനി അപ്രകാരം ഒരു അടിമത്തം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഇസ്രായേൽ പാലിക്കേണ്ട നിയമങ്ങളൊക്കെ വളരെ കണിശമായിട്ട് അവതരിപ്പിക്കുന്നതാണ് തോറായിൽ നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ടാമതായിട്ട്, ഒരു ജനത രൂപപ്പെട്ടു വരുന്നേ ഉള്ളൂ. ആ രൂപപ്പെട്ടു വരുന്ന ജനതയ്ക്ക് വേണ്ട നിയമത്തിന്റെ കരുതലും കാർക്കശ്യവും ഈ വിവരണത്തിൽ കാണുവാനായിട്ട് സാധിക്കും. തോറ രൂപീകൃതമായത് എഴുതപ്പെട്ട വിവിധ രേഖകളുടെയും പരമ്പരാഗതമായി കൈമാറിയിരുന്ന നിയമ സംഹിതകളുടെയും പശ്ചാത്തലത്തിലാണ്. വ്യത്യസ്തമായ പാരമ്പര്യങ്ങളും വ്യത്യസ്തമായി എഴുതപ്പെട്ട രേഖകളും ഉണ്ടായിരുന്നുകൊണ്ട് തോറായിലും ചില ഭാഗങ്ങളിൽ വളരെ കഠിനമായ ഭാഷാശൈലിയും കാർക്കശ്യമായ ഭാഷാശൈലി കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. സുവിശേഷങ്ങൾ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനമായിരിക്കുന്നത് പോലെ പഴയ നിയമ ഗ്രന്ഥങ്ങളുടെ എല്ലാം അടിസ്ഥാനമായിട്ട് തോറായെ നമുക്ക് കാണാൻ സാധിക്കും. പഞ്ചഗ്രന്ഥത്തെ കാണാം. പഞ്ചഗ്രന്ഥത്തില് നിയമം നൽകപ്പെടുന്നു. പഞ്ചഗ്രന്ഥത്തിന്റെ പ്രധാന ഉള്ളടക്കം നിയമമാണ്. പഞ്ചഗ്രന്ഥത്തിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്നു. എപ്രകാരമാണ് ദൈവത്തിന്റെ സ്വന്തം ജനമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജീവിക്കേണ്ടത് എന്നുള്ള നിയമസംഹിത നൽകുന്നു. അങ്ങനെ തോറായിൽ നിയമം നമുക്ക് കാണാം. ആ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ അനുസരിക്കാതെ ജീവിക്കുന്ന ഇസ്രായേലിന്റെ ചരിത്രമാണ് ജോഷുവ മുതൽ മക്കബായർ വരെയുള്ള ചരിത്ര പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നത്. ജോഷുവ മുതൽ മക്കബായർ വരെയുള്ള ചരിത്ര പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ ഇസ്രായേൽ ജനം എപ്രകാരമാണ് നിയമം അനുസരിച്ച് അല്ലെങ്കിൽ അനുസരിക്കാതെ ജീവിച്ചത് എന്നുള്ള കാര്യമാണ്. ഇസ്രായേൽ നിയമം അനുസരിക്കാതെ ജീവിക്കുന്ന കാലത്ത് നിയമത്തിലേക്ക് പിന്തിരിക്കുന്നതിനും നിയമത്തിലേക്ക് തിരിച്ചു വിളിക്കുന്നതിനും നിയമത്തെ കാലഘട്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നതിനും വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ടവരായിരുന്നു പ്രവാചകന്മാർ. ഇസ്രായേലിലെ പ്രവാചകന്മാര് വരുന്നതിന് പ്രധാന ലക്ഷ്യം ദൈവം ജനം നിയമത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ദാവീദ് നിയമത്തിൽ നിന്ന് അകന്നുപോയി പാപം ചെയ്തപ്പോൾ നാഥാൻ പ്രവാചകനെ അയക്കുന്നത് കാണുന്നുണ്ട്. ആഹാബ് രാജാവ് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഏലിയ പ്രവാചകനെ അയക്കുന്നത് കാണുന്നുണ്ട്. ഇസ്രായേലിന്റെ ജീവിതത്തിൽ പലപ്പോഴും നിയമത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് പ്രവാചകന്മാര് അയക്കപ്പെടുന്നത്. പ്രവാചകന്മാര് വരുന്നത് ഇസ്രായേലിനെ നിയമത്തിലേക്ക് തിരിച്ചു വിളിക്കുന്നതിനും നിയമം കാലഘട്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ചു കൊടുത്ത് അവരെ നിയമത്തോട് ചേർത്ത് നിർത്തുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ തോറായി പ്രധാനമായിട്ട് നിയമം അനുസരിച്ചോ അനുസരിക്കാതെ ജീവിക്കുന്ന ഇസ്രായേലിന്റെ ജീവിത ചരിത്രം നമ്മുടെ മുൻപില് ജോഷുവ മുതൽ മക്കബായർ വരെയുള്ള പുസ്തകങ്ങൾ അവതരിപ്പിക്കുന്നു. നിയമത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസരത്തിൽ നിയമത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ആഹ്വാനം നൽകുകയും ആ കാലഘട്ടത്തിനനുസരിച്ച് നിയമം വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ് പ്രവാചകന്മാർ. അതുപോലെ ബൈബിളിൽ മറ്റൊരു ഭാഗമാണ് കെത്തുബി, പ്രബോധന ഗ്രന്ഥങ്ങൾ. അത് ജ്ഞാനികളായ ആളുകൾ തങ്ങളുടെ ജീവിത അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കെത്തുബീം എന്ന് പറയുമ്പോൾ പ്രബോധന ഗ്രന്ഥങ്ങൾ, അതായത് ജോബ്, സുഭാഷിതങ്ങൾ, സഭാപ്രസംഗങ്ങൾ, ഉത്തമഗീതം, പ്രഭാഷകൻ, ജ്ഞാനം, ഈ വിധത്തിലുള്ള പ്രബോധന ഗ്രന്ഥങ്ങൾ. അതിന്റെ പ്രധാന ഉള്ളടക്കം ജ്ഞാനികളായ ആളുകൾ തങ്ങളുടെ ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എപ്രകാരം ദൈവഹിതം അനുസരിച്ച് ജീവിക്കണം എന്ന് പ്രബോധിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. ഇസ്രായേലിന്റെ പ്രാർത്ഥനാ പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ. പ്രാർത്ഥനാ പുസ്തകമാണ് അത്. യഥാർത്ഥത്തില് സങ്കീർത്തനങ്ങളില് ചരിത്ര സങ്കീർത്തനങ്ങളുണ്ട്, പ്രബോധന സങ്കീർത്തനങ്ങളുണ്ട്,
പ്രവാചക സങ്കീർത്തനങ്ങളുണ്ട്. അതുകൊണ്ട് ഇസ്രായേല് തങ്ങൾക്ക് ലഭിച്ച ദൈവവിശ്വാസത്തോടുള്ള പ്രതികരണവും ദൈവത്തിന്റെ പക്കൽ നടത്തുന്ന ആരാധനയ കീർത്തനങ്ങളാണ് സങ്കീർത്തനങ്ങൾ. അവിടെ ഇസ്രായേലിന്റെ പ്രാർത്ഥനാ പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനങ്ങളില് പ്രബോധന സങ്കീർത്തനങ്ങൾ കാണാം, തോറായുടെ സങ്കീർത്തനങ്ങളുണ്ട്, പ്രവാചക സങ്കീർത്തനങ്ങളുണ്ട്, അതുപോലെ തന്നെ ചരിത്ര സങ്കീർത്തനങ്ങളുണ്ട്. ഇസ്രായേലിന്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ദൈവവിശ്വാസത്തോടുള്ള തങ്ങളുടെ പ്രതികരണം പ്രാർത്ഥനയിലൂടെ ഗീതത്തിലൂടെ അവതരിപ്പിക്കുന്നതാണ് സങ്കീർത്തനങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇസ്രായേൽ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ വിശ്വാസ സംഹിത ഉൾക്കൊണ്ടിരിക്കുന്നത് തോറ. അത് ഇസ്രായേൽ ഒരു പക്വതയാർന്ന ജനമായി മാറിയതിനു ശേഷമാണ് രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തോറായിലെ വിശ്വാസം, അതുകൊണ്ട് തന്നെ തോറായിലെ അവതരിപ്പിക്കുന്ന ദൈവീക മുഖം ഒരു പക്വതയാർന്ന തോറായെ കുറിച്ചുള്ള നമ്മുടെ പഠനം. തോറായെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ ചില ചിന്തകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ കടന്നുപോയത്. കൂടുതൽ ആഴത്തിൽ പഠിക്കുവാനായിട്ടുള്ള ഏറ്റവും പ്രധാനമായ മാർഗം തോറ നിരന്തരം വായിക്കുക, ധ്യാനിക്കുക, മനനം ചെയ്യുക. തോറായെ കുറിച്ചുള്ള മറ്റ് കമന്ററികള്, പഠനങ്ങള് വായിക്കുക. തോറായെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും തോറ നിരന്തരം വായിക്കുകയും വായിക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾ നിർവ്വാഹനം ചെയ്യാനായി മറ്റ് കമന്ററികളും മറ്റ് ക്ലാസ്സുകളും കേൾക്കുകയും ചെയ്യുക. കമന്ററികളും പുസ്തകങ്ങളും വായിക്കുന്നത് വഴി കൂടുതൽ ആഴത്തിൽ പഠിക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് തോറ തന്നെ നിരന്തരം വായിക്കുകയും തോറായോട് സംഭാഷണം നടത്തുകയും ചെയ്യാം. തോറായെ കുറിച്ചുള്ള നമ്മുടെ പഠനം ഇവിടെ സമാപിക്കുകയാണ്. പഴയ നിയമത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന തോറായിലാണ്. തോറായുടെ വ്യാഖ്യാനവും തോറായുടെ ജീവിതവുമാണ് പഴയ നിയമത്തിലെ മറ്റ് ഗ്രന്ഥങ്ങളിൽ കാണുന്നത് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. ആത്മീയ ജീവിതത്തിന് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ, ദൈവത്തെക്കുറിച്ചും സഹോദരങ്ങളെക്കുറിച്ചുമുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ തോറായിൽ കാണാം. തോറ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിന് തോറ തന്നെ പല ആവർത്തി വായിക്കുകയും തോറായെക്കുറിച്ചുള്ള പഠനങ്ങൾ വായിക്കുകയും ചെയ്യുക. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മോടൊപ്പം എന്നും ഉണ്ടായിരിക്കട്ടെ. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.